NDA സർക്കാർ വരുന്നതിന് പിന്തുണ കൊടുക്കാൻ പോയതാണ് നമ്മുടെ JDU. ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുമ്പോൾ JDUവിനെ BJP അങ്ങ് വിഴുങ്ങി തുടങ്ങിയതിൻ്റെ ലക്ഷണമാണ് ഈ വഖഫ് ഭേദഗതി നിയമത്തിലൊക്കെ JDU എടുത്തിരിക്കുന്ന നിലപാടെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നടപടിയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര കലഹം JDUവിൽ വർദ്ധിച്ചത്രേ. പർവേസ് സിദ്ദീഖി എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ നേതാവ് JDUവിൻ്റെ തന്നെ ഭാഗമാണെങ്കിലും അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു ഇതിന് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനോടുള്ള പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടൊന്നും ആയിരിക്കില്ല. വരാൻ പോകുന്ന ഇലക്ഷനിൽ സിദ്ദീഖി നോട്ടമിടുന്ന മണ്ഡലത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ ഉത്തരേന്ത്യയിലെ ഈ സമുദായത്തിൽപ്പെട്ടവരുടെ ആത്മാർത്ഥത. നമ്മുടെ നാട്ടിലുള്ളവരുടെ തന്നെ ആത്മാർത്ഥത അറിയാവുന്ന സ്ഥിതിക്ക് അവിടേക്ക് എന്തു വരാനാണ്. പക്ഷേ സംഗതി സാങ്മയുടെ പാർട്ടി ഓൾറെഡി സുപ്രീം കോടതിയിൽ പോയി. ഇപ്പോൾ JDUവിനകത്തും കലാപം തുടങ്ങിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിയായി ചുമതലപ്പെടുത്തിയ ഒരാൾ സംഗതി നമ്മുടെ നിതീഷ് കുമാറിനെ നിയന്ത്രിക്കുന്നു എന്നതാണ് ആക്ഷേപം. വഖഫ് JDU കലഹിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമം പാസ്സായി അതിൻ്റെ നടപടിക്രമങ്ങൾ പാസ്സാക്കിയെടുക്കാൻ JDUവിൻ്റെയും അതുപോലെ മറ്റു പലരുടെയും പിന്തുണയൊക്കെ NDAക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നു. ഇത് രൂപപ്പെടുന്ന സമയത്ത് ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ ബീഹാറിലെ നിതീഷ് കുമാറുമൊന്നും വഖഫ് ഭേദഗതിയെ പിന്തുണയ്ക്കില്ല എന്നതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ കേവല വിചാരവികാരങ്ങൾക്കപ്പുറത്ത് അധികാര സമവാക്യങ്ങളിൽ പലതും ചെയ്യാനും പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ കഴുത്ത് കൊണ്ടുപോയി കക്ഷത്ത് വെച്ചു കൊടുക്കുമ്പോഴുമൊക്കെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനസ്സില്ലാതെ ആണെങ്കിലും അതിനിരുവരും പിന്തുണ നൽകാനൊക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴേക്കും 3 പ്രധാന നേതാക്കളാണ് 2 MLAമാരടക്കം JDUവിൽ നിന്ന് ബീഹാറിൽ രാജിവെച്ചത്. ഇപ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന കലഹം രഞ്ജൻ സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, അത് JDUവിൻ്റെ ആളാണ്. അദ്ദേഹം നിതീഷിൽ പിടിമുറുക്കിയതിൻ്റെ ലക്ഷണമാണ് ഈ കിരാത നിയമത്തെ പിന്തുണച്ചത് എന്ന് പറയുന്ന ഒരു വിഭാഗം പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്നു. സ്വാഭാവികം. അവിടെയാണ് ന്യൂനപക്ഷ JDU വിഭാഗത്തിൻ്റെ നേതാവ് സുപ്രീം കോടതിയിലും പോയിരിക്കുന്നത്. സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ സാധാരണ പറയുമല്ലോ, ഈ പേന, പെൻസില്, അതുപോലെ തന്നെ ഭാര്യ, ഭർത്താവ് എന്നിവയൊക്കെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പാടാണ് എന്ന് പറയുന്നത് പോലെ ഇതിപ്പോൾ അങ്ങോട്ടിട്ട് കൊടുത്ത പിന്തുണ ഇനി ഊരിയെടുക്കുക എന്ന് പറയുന്നത് പാടാണ്. ഊരാൻ ശ്രമിച്ചാൽ പകുതി അങ്ങ് അപ്പുറത്ത് പോകും, ചിലപ്പം മുഴുവനും കൂടി പോകും. ഏതായാലും അടുത്ത തവണ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കെട്ടുപൊട്ടിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജയിച്ചാലും BJP പിടിമുറുക്കും, തോറ്റാൽ അവഗണിക്കുകയും ചെയ്യും. രണ്ടായാലും വഖഫോടുകൂടി അതിൻ്റെ ഒരു സമ്മർദ്ദങ്ങളും തകർച്ചയും തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ.